2021 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറാഖിലേക്ക് നടത്തിയ അപ്പോസ്തലിക യാത്ര ചരിത്രപരവും ഒരു പ്രതീകാത്മകവുമായിരുന്നു. ഇറാഖിൽ കാലുകുത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ മൊസൂൾ സന്ദർശനം. റോം കീഴടക്കി പോപ്പിനെ വധിക്കുമെന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പ്രതിജ്ഞയെടുത്ത വീഡിയോ ഭീഷണി സന്ദേശമെടുത്ത അതേ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ഫ്രാൻസിസ് പാപ്പ സൃഷ്ടിച്ചത് ചരിത്രം തന്നെയായിരുന്നു. ദൈവത്താൽ നയിക്കപ്പെടുന്നവനെ ഒരു നാരകീയ ശക്തികൾക്കും തകർക്കാനാകില്ല എന്നതും ഭീകരതയെ നേരിടുന്നതിൽ സമാധാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ശക്തമായ സന്ദേശമായിരുന്നു ലോകത്തിന് അന്ന് നൽകപ്പെട്ടത്. മൊസൂളിലായിരിക്കുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അശുദ്ധമാക്കുകയും നശിപ്പിക്കുകയും ചെയ്ത പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പാപ്പ പ്രാർത്ഥനയോടെ നിന്നു. യുദ്ധത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകൾക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഭീകരരുടെ ക്രൂരമായ ഭരണത്തിന് കീഴിൽ വർഷങ്ങളോളം അക്രമം സഹിച്ച ക്രിസ്ത്യാനികളുടെയും സാധാരണക്കാരുടെയും കഷ്ടപ്പാടുകളെ പാപ്പ അഭിസംബോധന ചെയ്തു. ഇരകൾക്കായുള്ള പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: യുദ്ധത്തെക്കാൾ ശക്തമാണ് സമാധാനം, വിദ്വേഷത്തെക്കാൾ ശക്തമാണ് പ്രത്യാശ. തീവ്രവാദത്തിനും മരണത്തിനും ഒരിക്കലും അവസാന വാക്കില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് കീഴടക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത പ്രധാനമായും ക്രിസ്ത്യൻ പട്ടണമായ ഖാരക്കോഷിലേക്കുള്ള സന്ദർശനവും ഈ യാത്രയിൽ ഉൾപ്പെട്ടിരുന്നു. അവിടെ ഫ്രാൻസിസ് പാപ്പ ക്രിസ്ത്യൻ കുടുംബങ്ങളെ കണ്ടുമുട്ടി. അവരുടെ അതിജീവനത്തിന്റെയും കുടിയിറക്കലിന്റെയും കഥകൾ കേട്ടു. പ്രാദേശിക സമൂഹത്തെ അവരുടെ ജീവിതവും പള്ളികളും പ്രത്യാശയോടെയും ദൃഢനിശ്ചയത്തോടെയും പുനർനിർമ്മിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു. അതേസമയം 2021 ഇറാഖ് സന്ദർശനം അപകടരഹിതമായിരുന്നില്ല. മൊസൂളിൽ പാപ്പ താമസിച്ചിരുന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കും സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. ഇത് അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഇറാഖി പോലീസ് ചാവേർ മാർപ്പാപ്പയുടെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ വിജയകരമായി തടയുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.